ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ സീരീസിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ക്വിസിൻ്റെ വീഡിയോ സീരീസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലെനിക്കൊരു 100 ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വൈകിപ്പോയി, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിലൊരു 50 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അപ്പോൾ ഇത് കണ്ട് എല്ലാവരും പഠിക്കണേ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് 20 വർഷങ്ങൾക്കു ശേഷം ഒരു ഇന്ത്യക്കാരൻ മൈക്കിൾ ഒഡയറിനെ വെടിവെച്ചു കൊന്നു. ആരാണ് അദ്ദേഹം? ഉത്തരം ഉധം സിംഗ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം ദാദാഭായ് നവറോജി. അടുത്തത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഏത് നിയമത്തിനോടനുബന്ധിച്ചായിരുന്നു? ഉത്തരം റൗലറ്റ് ആക്ട്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം നേടുവിൻ സ്വാതന്ത്ര്യം നേടുവിൻ സ്വാതന്ത്ര്യം നേടുവിൻ സോദരരെ, സ്വാതന്ത്ര്യമില്ലെങ്കിൽ എന്തിനു ജീവിതം, സ്വാതന്ത്ര്യം നേടുവിൻ സോദരരെ. ആരുടെ വരികളാണിവ? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്തത്, ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം? ഉത്തരം മണികർണിക. അടുത്തത്, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി? ഉത്തരം 1905 കേഴ്സൺ പ്രഭു. അടുത്ത ചോദ്യം, ഏതു കോൺഗ്രസ് സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ പിളർപ്പുണ്ടായത്? ഉത്തരം 1907 സൂറത്ത് സമ്മേളനം. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ച വ്യക്തി? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. അടുത്തത്, വീർ ഭൂമി ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം രാജീവ് ഗാന്ധി. അടുത്തത്, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി. അടുത്ത ചോദ്യം, ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആര്? ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി. അടുത്തത്, ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ ഏറ്റവും വലിയ അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സി രാജഗോപാലാചാരി. അടുത്തത്, ഇന്ത്യ വിഭജന പദ്ധതിക്ക് മൗണ്ട് ബാറ്റൺ രൂപം നൽകിയത് എപ്പോഴാണ്? ഉത്തരം 1947 ജൂൺ 3. അടുത്ത ചോദ്യം,
വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂർ. അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവ്? ഉത്തരം ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം. മെയ് ദിനം ആദ്യമായി ഇന്ത്യയിൽ ആഘോഷിച്ച വർഷമേത്? ഉത്തരം 1923. അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയ ഒന്നാമത്തെ വിദേശ വനിത? ഉത്തരം ആനി ബസന്റ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിത ആരാണ്? ഉത്തരം നെൽസൺ ഗുപ്ത. അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരി? ഉത്തരം സരോജിനി നായിഡു. അടുത്തത്. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വിദേശി ആരാണ്? ഉത്തരം ഹെർബർട്ട് ബേക്കർ. അടുത്ത ചോദ്യം. അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ ആരെല്ലാം? ഉത്തരം മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. അടുത്ത ചോദ്യം. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മുഹമ്മദ് അലി ജിന്ന. അടുത്തത്. കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. അടുത്ത ചോദ്യം. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം നിരഞ്ജന. അടുത്ത ചോദ്യം. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം. ഡൽഹിക്ക് മുൻപ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം കൊൽക്കത്ത. അടുത്ത ചോദ്യം. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന്? ഉത്തരം 1950 ജനുവരി 26. അടുത്തത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം റാണി ലക്ഷ്മിബായി. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം BR അംബേദ്കർ. അടുത്ത ചോദ്യം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി? ഉത്തരം ഖുദിറാം ബോസ്. അടുത്ത ചോദ്യം. ഇന്ത്യ എത്ര വർഷം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു? ഉത്തരം 200 വർഷം. അടുത്ത ചോദ്യം. ആറ്റിങ്ങൽ കലാപം നടന്നതെന്ന്? ഉത്തരം 1721 ഏപ്രിൽ 15. അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്ന്?
ഉത്തരം 1885 ഡിസംബർ 28. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി. ഉത്തരം സി ശങ്കരൻ നായർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം എ.ഒ. ഹ്യൂം. അടുത്തത്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം, ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ആരൊക്കെ? ഉത്തരം ലാലാ ലാജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജയപ്രകാശ് നാരായൺ. അടുത്തത്, ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം യൂസഫ് മെഹ്റലി. അടുത്ത ചോദ്യം, മലബാർ കലാപം നടന്നത്? ഉത്തരം 1921. അടുത്ത ചോദ്യം, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്ന്? ഉത്തരം 1931 മാർച്ച് 23. അടുത്തത്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത്? ഉത്തരം റോബർട്ട് ക്ലൈവ്. അടുത്ത ചോദ്യം, വാഗൺ ട്രാജഡി നടന്ന വർഷം? ഉത്തരം 1921 നവംബർ 10. അടുത്തത്, വാഗൺ ട്രാജഡി ദുരന്തം നടന്ന റെയിൽ ലൈൻ? ഉത്തരം തിരൂർ ടു താനൂർ റെയിൽ ലൈൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റിപ്പൺ പ്രഭു. അടുത്തത്, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത്? ഉത്തരം റാഡ് ക്ലിഫ് രേഖ. അടുത്ത ചോദ്യം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ? ഉത്തരം ഹണ്ടർ കമ്മീഷൻ. അടുത്ത ചോദ്യം, വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ്? ഉത്തരം ലണ്ടൻ. അപ്പോൾ നമ്മുടെ വീഡിയോ സീരീസിൻ്റെ പാർട്ട് 3 ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.